മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും പത്രാധിപരുമായ എസ് ജയചന്ദ്രൻ നായർ അന്തരിച്ചു. ബംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 85 വയസ്സായിരുന്നു. ബംഗളൂരുവിൽ ഇന്ന് സംസ്കാരം നടക്കും. തിരുവനന്തപുരത്തെ ശ്രീവരാഹത്ത് നിന്നൊഴുകി തുടങ്ങി മലയാളി ഉള്ളിടത്തെല്ലാം ആസ്വാദകരെ സൃഷ്ടിച്ച സൗമ്യപ്രവാഹം. അതായിരുന്നു എസ് ജയചന്ദ്രൻ നായർ എന്ന വ്യക്തിയും പത്രാധിപരും. കൗമുദി വാരികയുടെ പത്രാധിപരായിരുന്ന കെ ബാലകൃഷ്ണന്റെ ശിഷ്യനായി പത്രപ്രവർത്തനത്തിലേക്ക് വന്ന ജയചന്ദ്രൻ നായർ പിന്നീട് കലാകൗമുദി വാരികയുടെ പത്രാധിപരായി. മലയാള മാഗസിൻ ജേർണലിസത്തിന്റെ സുവർണകാലമായിരുന്നു അത്. വാരികകളുടെ ഉള്ളടക്കത്തിൽ പല പരീക്ഷണങ്ങൾക്കും തയ്യാറായ ജയചന്ദ്രൻ നായർ മൂല്യങ്ങളെ ബലി കഴിച്ചതുമില്ല. ഇന്ന് മലയാളം കൊണ്ടാടുന്ന പല സാഹിത്യ സൃഷ്ടികളും വെളിച്ചം കണ്ടത് ജയചന്ദ്രൻ നായർ പത്രാധിപരായിരുന്ന കലാകൗമുദിലൂടെയാണ്. വലിയ എഴുത്തുകാരുടെ ശ്രദ്ധേയമായ പല രചനകളും ഇക്കൂട്ടത്തിലുണ്ട്. ലോകസാഹിത്യത്തിലെ സ്പന്ദനങ്ങൾ അറിയിച്ച എം കൃഷ്ണൻ നായരുടെ സാഹിത്യവാരഫലവും ജയചന്ദ്രൻ നായരുടെ ആശയ സാക്ഷാത്കാരമായിരുന്നു. പുതിയ എഴുത്തുകാരെയും പത്രപ്രവർത്തകരെയും പരിചയപ്പെടുന്നവരും ജയചന്ദ്രൻ നായർ പ്രത്യേക താല്പര്യം കാട്ടി. സാഹിത്യ സാംസ്കാരിക രംഗത്തോട് മാത്രമായിരുന്നില്ല ജയചന്ദ്രൻ നായർക്ക് മമത. എണ്ണം പറഞ്ഞ അന്വേഷണാത്മക റിപ്പോർട്ടുകളും അക്കാലത്ത് കലാകൗമുദി പ്രസിദ്ധീകരിച്ചു. 1997 കലാകൗമുദി വിട്ട് സമകാലിക മലയാളം വാരിക തുടങ്ങിയ ജയചന്ദ്രൻ നായർ 2013 വരെ അവിടെ പ്രവർത്തിച്ചു. നല്ലൊരു സിനിമ ആസ്വാദകനും നിരൂപകനുമായിരുന്ന ജയചന്ദ്രൻ നായർ ശ്രദ്ധേയമായ പല ചിത്രങ്ങളുടെയും പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത ചിത്രങ്ങളായ പിറവിയുടെയും സൊമ്മിൻ്റെയും കഥാകൃത്തും നിർമ്മാതാവും ജയചന്ദ്രൻ നായരാണ്. ലോകസാഹിത്യത്തിലെ ശ്രദ്ധേയമായ പുസ്തകങ്ങളെ അവലോകനം ചെയ്തുകൊണ്ടുള്ള രചനകളും ജയചന്ദ്രൻ നായരുടെ പ്രതിഭയെ അടയാളപ്പെടുത്തുന്നു. റോസാദലങ്ങൾ, വെയിൽത്തുണ്ടുകൾ, ഉന്മാദത്തിന്റെ സൂര്യകാന്തികൾ എന്നിവ ശ്രദ്ധേയമായ രചനകളാണ്. എൻ്റെ പ്രദക്ഷിണ വഴികൾ എന്ന ആത്മകഥയ്ക്ക് 2012 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 24 തിരുവനന്തപുരം.